വിശദമായ വാർത്തകൾ പരിശോധിക്കാം. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണന്റെ ഈ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്താം. അതിനു മുൻപ് ഇപ്പോൾ കെ സി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സാമ്പത്തിക അട്ടിമറിയും സാമ്പത്തിക സ്വാധീനവും അന്വേഷിക്കാൻ പോയ കമ്മീഷൻ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ വേണ്ടിയ സമയം ചെലവഴിച്ചത്. കെ സി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി നമുക്ക് കേരളത്തിൽ കാലവർഷം എത്തിയതായുള്ള ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട് കാണാം. ഒടുവിൽ സംസ്ഥാനത്ത് മൺസൂൺ എത്തി എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കേന്ദ്രങ്ങളിൽ മൺസൂൺ കാറ്റ് എത്തിയിരിക്കുന്നു. മൺസൂണിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരാൻ തന്നെയാണ് സാധ്യത. മൺസൂൺ ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിക്കാൻ സാധ്യതയുള്ളത് കോഴിക്കോടിനെയാകാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് അതിനാൽ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് 4 ജില്ലകളിൽ, അതായത് ഇന്ന് മഴ കുറയാൻ സാധ്യതയുള്ള ജില്ലകൾ തൃശൂർ, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളാണ്. ഈ ജില്ലകളിൽ സാധാരണ ലഭിക്കുന്ന മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറം ഒരു ശക്തമായ മഴയിലേക്കോ അതിശക്തമായ മഴയിലേക്കോ പോകാൻ സാധ്യതയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇനി 4 മണിയോടുകൂടി പുതിയ അലർട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അതുവരെ ഈ അലർട്ടാണ് നിലനിൽക്കുന്നത്. എന്തായാലും മൺസൂൺ എത്തിയ ആദ്യ ദിവസം തന്നെ അത് ശക്തമാകുന്നു എന്നുള്ള കാഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരമൊരു അലർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള പ്രഖ്യാപന പ്രകാരമാണെങ്കിൽ ജൂൺ 4-ന് കേരളത്തിലേക്ക് മൺസൂൺ ഔദ്യോഗികമായി എത്തുമെന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയത്. അത് 4 ദിവസം പിന്നിലോട്ടോ 4 ദിവസം മുന്നിലോട്ടോ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു എറർ ഫാക്ടറും പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 4-ന് തന്നെ ഒരുപക്ഷെ മൺസൂൺ എത്തിയേനെ. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അറബിക്കടലിൽ അനുകൂലമായി വന്നതാണ്. എന്നാൽ അപ്പോഴാണ് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും അത് പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തത്. എന്തായാലും ആ ന്യൂനമർദ്ദം കേരളത്തിലേക്ക് ലഭിക്കേണ്ട മൺസൂൺ കാറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. കാറ്റ് കൂടുതൽ വടക്കോട്ട് സഞ്ചരിക്കാൻ ആരംഭിച്ചു. നേരത്തെ തന്നെ കാർമേഘമെല്ലാം ഈ അറബിക്കടലിൽ സജ്ജമായിരുന്നു. പക്ഷേ ആ കാർമേഘങ്ങൾ കരയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള ശക്തമായ കാറ്റ് ലഭിച്ചില്ല. ഈ കാറ്റിനെ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം സ്വാധീനിക്കുകയും അത് ന്യൂനമർദ്ദം പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ഇതിപ്പോൾ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കൂടുതൽ വടക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചതോടുകൂടിയാണ് ഈ മൺസൂൺ കാറ്റിനെ സ്വാധീനിച്ചിരുന്ന ആ ഒരു സ്വാധീന വലയം അത് ഇല്ലാതായത്. അതോടുകൂടിയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കൂടുതൽ കാറ്റ് കേരളത്തിലേക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തുടർച്ചയായ ദിവസവും ഈ മൺസൂൺ കാറ്റ് ലഭിച്ചു തുടങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ മൺസൂൺ കാറ്റ് കൃത്യമായി ലഭിച്ചു എന്നുള്ള ഒരു കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിരിക്കുന്നത്. നേരത്തെയുള്ള മുന്നറിയിപ്പ് പ്രകാരമായിരുന്നുവെങ്കിൽ മൺസൂൺ എത്തിയ ആദ്യ ആഴ്ചകളിൽ മൺസൂൺ കൂടുതൽ ശക്തമാകാൻ സാധ്യത കുറവായിരുന്നു എന്നാണ്. പക്ഷേ നിലവിൽ മൺസൂൺ കാറ്റ് കുറച്ച് വലിയ രീതിയിൽ ശക്തമായിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കാറ്റ് ശക്തമായി കേരളത്തിലേക്ക് ലഭിച്ചു തുടങ്ങും. നേരത്തെ തന്നെ അറബിക്കടലിൽ കാർമേഘങ്ങൾ ശക്തമായ ഒരു കാർമേഘങ്ങളുടെ കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാർമേഘങ്ങൾ കൂടുതൽ ശക്തമായ കാറ്റ് ലഭിക്കുന്നതിനനുസരിച്ച് കരയിലേക്ക് പ്രവേശിക്കും. സ്വാഭാവികമായി അത് മഴയായി മാറുകയും ചെയ്യും. എന്തായാലും നിലവിൽ മൺസൂൺ അനുകൂലമായ ഘടകങ്ങളെല്ലാം വന്നിരിക്കുന്നു. കാറ്റ് അനുകൂലമായിരിക്കുന്നു. കാർമേഘങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. മഴ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ സംസ്ഥാന വ്യാപകമായി തന്നെ ലഭിച്ചു തുടങ്ങിയിരുന്നു. സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്നലെ ഉച്ച മുതൽ മഴ ലഭിച്ചിരുന്നു. ഇന്ന് രാവിലെയും മഴയുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വീണ്ടും മഴ ചെറുതായി കുറഞ്ഞത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൈകിട്ടോടുകൂടി വീണ്ടും സമാനമായ രീതിയിൽ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മൺസൂൺ എത്തി തൊട്ടു പിന്നാലെ തന്നെ ഓറഞ്ച് അലർട്ടിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കോഴിക്കോട് പ്രത്യേക ശ്രദ്ധ വേണം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കടലിലേക്ക് പോകുന്ന, പ്രത്യേകിച്ച് അറബിക്കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഒരു പ്രത്യേക സമയങ്ങളിൽ തിരയുടെ ശക്തി വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും 2 മീറ്ററിന് മുകളിലേക്ക് തിര ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. കൂടാതെ തീരപ്രദേശങ്ങളിലും സമാനമായ
സമാനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ 1.4 മീറ്റർ വരെ ഉയരത്തിൽ തിര ഉയർന്ന തീരപ്രദേശങ്ങളിൽ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. എന്തായാലും ഈ മുന്നറിയിപ്പുകളും മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും പ്രത്യേകം പാലിക്കേണ്ടതുണ്ട്. മൺസൂൺ കാറ്റ് കൂടുതൽ ശക്തമായി ലഭിക്കുന്നതോടെ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അതിനനുസരിച്ച് മൺസൂൺ ശക്തിപ്പെട്ടു എന്ന് പറയാനും കഴിയും. എന്തായാലും നിലവിൽ മൺസൂൺ കോഴിക്കോട് ഭാഗങ്ങളിൽ മാത്രമേ ശക്തമായിട്ടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ, അതായത് യെല്ലോ അലേർട്ട് മാത്രമാണ്. അതായത് സാധാരണ നേരത്തെ വേനൽക്കാലത്തെല്ലാം ലഭിച്ചതിന് സമാനമായി യെല്ലോ അലേർട്ട് ഏകദേശം 65 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെയുള്ള മഴ 24 മണിക്കൂറിൽ ലഭിക്കാവുന്ന അലേർട്ടാണ് യെല്ലോ അലേർട്ട്. ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ അത് കൂടുതൽ മാറും. കൂടുതൽ മഴ ആ പ്രദേശങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മറ്റ് 9 ജില്ലകളിലും മഴ ഇന്ന് ലഭിക്കും. പക്ഷേ അത് യെല്ലോ അലേർട്ടിന് സമാനമായ മഴയായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയത്തിലേക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് സർവകലാശാലയുടെ അല്ലെങ്കിൽ കോളേജിന്റെ പ്രഖ്യാപിത മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശന മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്ത വിഷയം, സർട്ടിഫിക്കറ്റുകളോ രേഖകളോ അകാരണമായി തടഞ്ഞുവെക്കുന്നതും നിഷേധിക്കുന്നതും, കോളേജ് നൽകുന്ന സേവനങ്ങൾക്ക് പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി അധിക ഫീസ് വാങ്ങുന്ന കാര്യം, അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉള്ള കുറവുകൾ, പരീക്ഷാ സംബന്ധമായ എല്ലാവിധ പരാതികളും, ജാതിപരമോ ലിംഗപരമോ സാമൂഹ്യപരമോ മതപരമോ ഭിന്നശേഷി സംബന്ധിയോ ആയ വേർതിരിവുകൾ ഉണ്ടാക്കൽ, അധികാരികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സഹവിദ്യാർത്ഥികളിൽ നിന്നും ജീവനക്കാരിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ഇരവൽക്കരണം, ഈ കാര്യങ്ങളിലെല്ലാം സ്ഥാപനത്തിൽ നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ സെല്ലിൽ പരാതി നൽകാം. സർവകലാശാല നിയമങ്ങൾ പ്രകാരം ലഭിക്കേണ്ട ക്ലാസുകളും ട്യൂട്ടോറിയലുകളും ലഭിക്കാത്ത സാഹചര്യവും സെല്ലിന്റെ പരിഗണനാ വിഷയമായിരിക്കും. പരാതികൾക്കു മേലെ സർവകലാശാല തലത്തിൽ അപ്പീൽ സംവിധാനം ഉണ്ടാകും. കോളേജ് തല സമിതിയുടെ തീരുമാനത്തിന്മേൽ ആക്ഷേപം വന്നാൽ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല അപ്പലേറ്റ് സമിതിയെയോ നിലവിലുള്ള ട്രൈബ്യൂണലിനെയോ സമീപിക്കാം. ട്രൈബ്യൂണലിന്റെ ഘടന ഇനി പറയുന്നതാണ്. അതിന്റെ ചെയർപേഴ്സൺ പ്രോ വൈസ് ചാൻസലർ ആയിരിക്കും. സർവകലാശാല തലത്തിലുള്ള അപ്പലേറ്റ് സമിതിയുടെ ചെയർപേഴ്സൺ പ്രോ വൈസ് ചാൻസലർ ആയിരിക്കും. വിദ്യാർത്ഥി വിഭാഗം ഡീൻ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും കൺവീനർ. സിൻഡിക്കേറ്റിന്റെ ഒരു പ്രതിനിധി, സിൻഡിക്കേറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി, സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ, സിൻഡിക്കേറ്റ് നാമനിർദ്ദേശം ചെയ്യുന്ന 3 അധ്യാപകർ, അതിലൊരു വനിതയും SC/ST വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ഉണ്ടാവും. അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരു സർവകലാശാല ഉദ്യോഗസ്ഥൻ. ഇത്രയും പേരടങ്ങുന്ന അപ്പലേറ്റ് സമിതിയായിരിക്കും. ഈ യോഗത്തിന്റെ ക്വാറം 5 ആയിരിക്കും. ഈ സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കും. ക്യാമ്പസുകൾക്കകത്ത് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ സർക്കാരിന് പ്രതിജ്ഞാബദ്ധതയുണ്ട്. പിന്നെ സർക്കാരിന്റെ മേൽനോട്ടം, സർക്കാരിന്റെ സഹായം, പിന്തുണ ആവശ്യമുള്ളവരാണ് എല്ലാ സിറ്റിസൺസും. ആ നിലയിലുള്ള പാരന്റ്സ് പറ്റിയ അധികാരങ്ങൾ സർക്കാരിനുണ്ട്. ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പുകൾ പല കോളേജിലും പേരിന് മാത്രമാകുന്നുണ്ട്. അത് മാറണം. പരമാവധി സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. പെൺകുട്ടികൾ, SC/ST വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പ്രാതിനിധ്യം എന്നിവ കോളേജുകളിലും സർവകലാശാലകളും ഉള്ള വ്യത്യസ്ത സെല്ലുകളിൽ നിർബന്ധമാക്കും. പരീക്ഷാ സംബന്ധിയായിട്ട് പരാതികൾ ഉയരാറുണ്ട്. നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കഴിവിനെ വിലയിരുത്താനാണ് നടപ്പാക്കുന്നത്. എന്നാൽ ഇന്റേണൽ മാർക്ക് എന്നത് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താനും നിലയ്ക്ക് നിർത്താനും ഉപയോഗിക്കുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇന്റേണൽ മാർക്കിന് കൃത്യമായ മാനദണ്ഡം ഉറപ്പുവരുത്താൻ സർവകലാശാല അധികാരികളോട് ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ കൃത്യവിലോപം വരുത്തുന്നവർക്കെതിരെ നടപടി വേണ്ടിവരും.
കോളേജ് നൽകുന്ന ഇന്റേണൽ മാർക്കിൽ പരാതിയുണ്ടെങ്കിൽ സമീപിക്കാനുള്ള സർവകലാശാലാതല മോണിറ്ററിംഗ് സമിതിയെ ശക്തിപ്പെടുത്തും. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരവും അക്കാദമികവും വ്യക്തിപരവുമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാവും നിർദ്ദിഷ്ട വിദ്യാർത്ഥികളുടെ അവകാശ രേഖ. വിദ്യാർത്ഥികളുടെ അവകാശ പ്രഖ്യാപന രേഖ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് അത് നിലവിൽ വരും. ഈ രേഖ ഉടൻ തന്നെ സർവകലാശാല നിയമത്തിന്റെ ഭാഗമാക്കും. വിദ്യാർത്ഥികളുടെ അവകാശ രേഖയിൽ പറയുന്ന അവകാശങ്ങൾ ഉറപ്പാക്കലും വിദ്യാർത്ഥി പരാതി പരിഹാര സെല്ലിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന വിഷയമാവും. ഇപ്പോ സ്റ്റുഡന്റ് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും ജീവനി എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ഗവൺമെന്റ് കോളേജുകളിലായിരുന്നു. ഇപ്പോൾ അത് എയ്ഡഡ് കോളേജിലേക്കും ജീവനി സംവിധാനത്തിന്റെ സേവനം ഉറപ്പാക്കുന്നുണ്ട്. ജീവനി പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമാണ് ലഭ്യമാക്കുന്നത്. തത്തുല്യമായ രീതിയിൽ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അവരുടെ ചെലവിൽ കുട്ടികൾക്ക് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കണം. കൗൺസിലിംഗ് സംവിധാനം അത് പകൽ സമയത്ത് നിർബന്ധമായും ഫിസിക്കലി അവൈലബിൾ ആവുന്ന വിധത്തിലും 24 മണിക്കൂറും ഓൺലൈനിലോ ഫോണിലോ ലഭ്യമാകുന്ന വിധത്തിലും സൈക്കോളജിസ്റ്റുകളുടെ പ്രൊഫഷണലായ സൈക്കോളജിസ്റ്റുകളുടെ സേവനം കുട്ടികൾക്ക് ലഭ്യമാക്കണം. എല്ലാ കോളേജുകളിലും കൗൺസിലിംഗ് ലഭ്യമാക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അവകാശമായി അവകാശ പ്രഖ്യാപന രേഖയിൽ ഉൾപ്പെടുത്തും. ഈ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ഇത് കംപ്ലൈ ചെയ്തില്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ റദ്ദാക്കുക, കോഴ്സുകൾ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ നടപടികൾ തീർച്ചയായും അവലംബിക്കും. വിദ്യാർത്ഥി പ്രതിനിധികൾ നിർദ്ദേശിക്കാം. ഇത് അടുത്ത സഭയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് നിലവിൽ സഭ അംഗീകരിച്ച ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ഈ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ രൂപത്തിലല്ല, പക്ഷെ ഗ്രീവൻസ് സെല്ലിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒപ്പുവെക്കപ്പെട്ടില്ല. ആ നിലയ്ക്കാണ് ഇതിപ്പോൾ ഒരു ഗവൺമെന്റ് ഉത്തരവായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഇനി വരുന്ന സഭയില് പൊതുവിൽ ഇപ്പൊ നമ്മൾ 4 വർഷ ഡിഗ്രി കോഴ്സിലേക്കൊക്കെ പോകുകയാണല്ലോ. ആവശ്യമായ കുറെ അമെന്റ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതുണ്ടാവും. ആർഷോ മഹാരാജാസ് കോളേജ് ഇപ്പോൾ NIRF റാങ്കിങ്ങിലൊക്കെ ഉന്നതമായ റാങ്കിങ് കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മഹിതമായ പാരമ്പര്യമുള്ള ഒരു കലാലയമാണ്. ഈ കേസുകളുടെ പേരിൽ ആ കലാലയം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ സമഗ്രതയെ വിലയിടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിക്കൂടാന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആർഷോയുടെ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുകയാണ്. അത് ആർഷോയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പെശകായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അത് ഒരു ടെക്നിക്കൽ എററാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ആർഷോവിന്റെ ജൂനിയർ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കൂടെ മാർക്കൊന്നുമില്ലാത്ത എന്നാൽ പാസ്ഡ് എന്ന് കാണിക്കുന്ന ഒരു മാർക്ക് ലിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് അത് ഉണ്ടായത്, എങ്ങനെയാണ് അത് വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തേണ്ടതാണ്. അയാൾക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ അയാളെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പരാതി ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
വേറെയും സമാനമായ രീതിയിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള കോൺക്രീറ്റ് എവിഡൻസോടുകൂടി തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു ചെറുപ്പക്കാരനെ അയാൾക്ക് ഒട്ടും പങ്കില്ലാത്ത കാര്യമാണെങ്കിൽ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതെ, അല്ല, ഗവൺമെന്റ് ലെവലിൽ അന്വേഷിക്കും. അല്ല, NICക്ക് പൊതുവിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് തുടർന്നിട്ടുണ്ടാവുക. നമുക്ക് ഇപ്പോഴുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടാം. പ്രിൻസിപ്പലിന്റെ ഒപ്പും സീലും ഒരാള് ഉണ്ടാക്കിയതില് പ്രിൻസിപ്പൽ കുറ്റക്കാരനല്ല, ആ കോളേജും അതിൽ കുറ്റക്കാരല്ല. ആ വ്യക്തിയാണ്, അതായത് ഞാൻ പറയുന്നത് വിദ്യ എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്തിട്ടുള്ളത്. ആ വ്യക്തിയാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളത്. അത് അക്ഷന്തവ്യമായിട്ടുള്ള അത് ഒരു തെറ്റ് തന്നെയാണ്. വ്യാജമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തെറ്റ് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഒക്കെ നടക്കുകയാണ്. പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയായി. അവരൊരു മുതിർന്ന വ്യക്തിയാണ്. വ്യാജമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കുമ്പോൾ പ്രാഥമികമായിട്ടും അവരിൽ നിക്ഷിപ്താണ്. അത് അവര് തന്നെയാണല്ലോ അതുണ്ടാക്കി ഹാജരാക്കിയിരിക്കുന്നത്. അവര് പറയണോ അത് അവര് പറയണോ? അത് കോമൺ സെൻസ് ആണ്. അത് കോമൺ സെൻസ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തെ. ഞാനൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്വം ഒക്കെ എനിക്ക് തന്നെയല്ലേ. അതിനെ ശക്തമായിട്ട് അപലപിക്കുന്നു ആ പ്രവർത്തനത്തെ. അത്രേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു ആരോപണം ഉയർന്നു വന്നിട്ടുള്ളത് അവരുടെ PhD പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ വൈസ് ചാൻസലറെ വിളിച്ചിരുന്നു. അദ്ദേഹം അത് സിൻഡിക്കേറ്റിന്റെ ലീഗൽ സബ് കമ്മിറ്റി അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. സംവരണം പാലിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഓരോ സർവകലാശാലയ്ക്കും ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഓരോ നിയമങ്ങളാണ് ഉള്ളത്. അത് പരിശോധിച്ച് ഉടനെ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പോളിസി കാലടി സർവകലാശാലയുടെ അടുത്ത് പരിശോധിക്കണം. അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഒരു റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. VC ആയിട്ട്, ഇപ്പോഴത്തെ VC ആയിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. അത് സംസാരിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ ലീഗൽ സബ് കമ്മിറ്റി നിയമപരമായ കാര്യമായതുകൊണ്ട് അവരത് പരിശോധിച്ച് ഉടനെ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുവിൽ ഗവേഷണത്തിന് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സാമൂഹ്യ സാമ്പത്തിക പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഗവേഷണത്തിലേക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും കടന്നു വരാൻ കഴിയുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്ന ആ ഒരു ദിശാബോധത്തോടു കൂടി തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് സ്വീകരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം. അത് നമുക്ക് അതില്ലെങ്കിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നടപടി സ്വീകരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളെ അറിയിച്ചതാണ്, ഗവേഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ സർവകലാശാലകളും അവരുടെ നിയമങ്ങളെ വിദ്യാർത്ഥി സൗഹൃദപരമായിട്ട് ഗവേഷക വിദ്യാർത്ഥികൾക്ക് സഹായകരമായ രീതിയിൽ ഏറ്റവും ഫ്ലെക്സിബിളായ നിലയിൽ പുനർനിർവചിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്.
അത് കോളേജിന്റെ ലെറ്റർ പാഡോ സീലോ ഒന്നല്ലല്ലോ. ഇത് മനസ്സിലായി. അത് ശരി. വേറൊരു വ്യക്തിയാണെങ്കിൽ അവരുണ്ടാക്കിയതാന്ന് പറയാം. ഈ വ്യക്തി ആയതുകൊണ്ട് അത് പാർട്ടി ഉണ്ടാക്കി കൊടുത്താണെന്ന് പറയണം അല്ലേ? ഞാൻ പൂർണ്ണമായിട്ടും ആ ആരോപണം തള്ളികളയാണ്. UDF പലതും ആരോപിക്കും. UDFന്റെ ജോലി അതല്ലേ? അതെന്താ അങ്ങനെ പറയണ്? വിദ്യാത്ര ബലഹീനയായിട്ടുള്ള ഒരു കുട്ടിയെ ഈ വക അർത്ഥമില്ലാത്ത വാദങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. 10-18 വയസ്സ് കഴിഞ്ഞ് എത്ര വയസ്സായിട്ടുണ്ടാവും അവർക്ക്? ഒരു മുതിർന്ന സ്ത്രീ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് അവർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. വേറെ ആരെങ്കിലും അവർ പാർട്ടിയായി ബന്ധമുള്ളതുകൊണ്ട് പാർട്ടിയായിരിക്കും അത് ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെയുള്ള കൽപ്പനകൾ വച്ചുകൊണ്ട് തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായൊരു നിലപാടല്ല. അവരൊറ്റയ്ക്ക് ഉണ്ടാക്കിയോ വേറെ ആളുണ്ടാക്കിയോ എന്നുള്ളതല്ല. അവര് ഹാജരാക്കിയാൽ പ്രാഥമികമായ ഉത്തരവാദിത്തം അവർക്കാണുള്ളത്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. SFIക്ക് പങ്കാളിത്തമുണ്ടോന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇതൊരു വ്യക്തി ഹാജരാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അവരാണ് അത് ഹാജരാക്കിയിട്ടുള്ളത്. SFI ആണോ അവിടെ പോയി ഹാജരാക്കിയത്? അത്രേ ഉള്ളൂ പറയാൻ. പ്രധാനമായും 2 വിഷയങ്ങളാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം വന്നത്. ഒന്ന്, അമൽ ജ്യോതിയിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾക്കടക്കം എല്ലാ അഫിലിയേറ്റഡ് കോളേജുകൾക്കും ഉടൻ തന്നെ പരാതി പരിഹാര സെൽ തുടങ്ങാനുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. 1 മാസത്തിനകം സെല്ല് രൂപീകരിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത്. അമൽ ജ്യോതി കോളേജിലെ ശ്രദ്ധയുടെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. മാർക്ക് ലിസ്റ്റ് വിവാദത്തിലും മന്ത്രിയുടെ പ്രതികരണമുണ്ടായി. പ്രത്യേകിച്ചും SFI നേതാവ് ആർഷോയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആർഷയുടെ വിഷയത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. ആർഷയുടെ ഭാഗത്ത് തെറ്റില്ല, സാങ്കേതിക പിഴവ് മാത്രമാണ് സംഭവിച്ചത്. മാർക്ക് ലിസ്റ്റ് എങ്ങനെ വന്നു എന്നുള്ള അന്വേഷണം വേണം, വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണെന്നും മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. തിരികെ ലേഡീസ് ബാൻഡിലേക്ക്. സോളാർ കേസിൽ ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകൾ വേണ്ടവിധം ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന് KC ജോസഫ്. കമ്മീഷൻ റിപ്പോർട്ടിൽ അന്നേ സംശയമുണ്ടായിരുന്നു. C. ദിവാകരന്റെയും DGP ഹേമചന്ദ്രന്റെയും വെളിപ്പെടുത്തലുകൾ ഗുരുതരമാണ്. ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ നടത്താൻ ഉള്ളതായിരുന്നു സോളാർ കേസ്. ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് കുറച്ചുകൂടി ഗൌരവത്തിലെടുക്കാൻ കഴിയണമായിരുന്നുവെന്നും KC ജോസഫ് പ്രതികരിച്ചു. ഈ സോളാർ വിവാദം കേരളത്തിൽ വലിയ രാഷ്ട്രീയ കലാപമുണ്ടാക്കിയ വിഷയമായിരുന്നു. LDFന്റെ സെക്രട്ടേറിയറ്റ് കോളേജ് സമരം, തുടർന്ന് പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം, ഇതെല്ലാം കഴിഞ്ഞ് ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി അന്നേ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം പിൽക്കാലത്ത് ഹൈക്കോടതി കമ്മീഷൻ്റെ പരാമർശങ്ങൾ നീക്കം ചെയ്തതാണ്. പക്ഷേ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റി അന്നേ എല്ലാവരുടെയും മനസ്സിൽ സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് ശരിവെക്കുന്ന രീതിയിലാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത്. ശ്രീ C. ദിവാകരൻ പറഞ്ഞിരിക്കുന്നത് 5 കോടി രൂപ കൈക്കൂലി കൊടുത്താണ് ജസ്റ്റിസ് ശിവരാജൻ റിപ്പോർട്ട് എഴുതിയെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനും വ്യക്തിഹത്യ നടത്താനും നടന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു സോളാർ കമ്മീഷൻ റിപ്പോർട്ട്. C. ദിവാകരൻ ഒരു ശരിയാളൊന്നുമല്ല. C. ദിവാകരൻ അന്ന് പ്രതിപക്ഷത്തെ 2ാമത്തെ കക്ഷിയാണ് CPI. CPIയുടെ അസംബ്ലി പാർട്ടിയുടെ ലീഡറാണ് C. ദിവാകരൻ. അപ്പം LDFന്റെ എല്ലാ ഉള്ളുകളികളും അണിയറ നീക്കങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് ശ്രീ ദിവാകരൻ. അദ്ദേഹം പറഞ്ഞത് 5 കോടി കൈക്കൂലി കൊടുത്ത് പറയുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേപ്പറ്റി അന്വേഷണം നടത്തണം, സത്യം പുറത്തു വരണം. കാരണം ഈ കാര്യത്തിൽ സംശയത്തിന് പ്രതികൂട്ട് നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കാരണം അതിൻ്റെ ഗുണഭോക്താവ് കമ്മീഷൻ്റെ റിപ്പോർട്ട്, തുടർന്നുണ്ടായ പ്രചാരണങ്ങൾ, ഭരണമാറ്റം, ഗുണഭോക്താവ് മാർക്സിസ്റ്റ് പാർട്ടി LDF ആണ്. ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ട്.
സോളാർ ജുഡീഷ്യൽ കമ്മീഷനായിരുന്ന ജസ്റ്റിസ് ജി ശിവരാജനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ DGP എ ഹേമചന്ദ്രന്റെ സർവീസ് സ്റ്റോറി. കമ്മീഷൻ പലപ്പോഴും സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു. ചില ചോദ്യങ്ങളുടെ ഉന്നം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മസാലക്കഥകൾ കിട്ടുമോ എന്നായിരുന്നുവെന്നും വിമർശനമുണ്ട്. റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോയതെന്നും അന്വേഷണ സംഘത്തലവനായിരുന്ന ഹേമചന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. CPM-നെതിരെയും പുസ്തകത്തിൽ രൂക്ഷ വിമർശനമുണ്ട്. മാഹി പാലത്തിനപ്പുറം കേരള പോലീസിന് ഒരു വിലയുമില്ലെന്ന് ഹേമചന്ദ്രൻ പറയുന്നു. നീതി എവിടെ എന്ന സർവീസ് സ്റ്റോറിയിൽ അല്പായുസായ റിപ്പോർട്ടും തുടർ ചലനങ്ങളുമെന്ന തലക്കെട്ടോടെയാണ് സോളാർ കമ്മീഷനെതിരെ എ ഹേമചന്ദ്രൻ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സോളാർ കേസിന്റെ അന്വേഷണ സംഘത്തലവൻ എന്ന രീതിയിൽ കമ്മീഷന് മുന്നിൽ ഹാജരായപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് വിമർശനത്തിന് ആധാരം. തട്ടിപ്പായിരുന്നു അന്വേഷണ വിഷയമെങ്കിലും കമ്മീഷന്റെ ചോദ്യങ്ങളുടെ ഉന്നം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മസാല കഥകൾ വല്ലതും കിട്ടിയോ എന്നായിരുന്നു. പ്രതിയുടെ കുട്ടിയുടെ പിതൃത്വം അന്വേഷിച്ചോ എന്ന ചോദ്യം പോലും ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്നു. പ്രതിയായ വനിതയുടെ ആകൃതിയും പ്രകൃതിയും വസ്ത്രധാരണവും പോലും കമ്മീഷൻ വർണ്ണിച്ചെന്നും കമ്മീഷന്റെ തമാശകൾ അരോചകമായപ്പോൾ പോലീസുകാർക്ക് പരാതി നൽകേണ്ടി വന്നുവെന്നും മുൻ DGP തുറന്നടിക്കുന്നു. സാമ്പത്തിക തട്ടിപ്പിന് കോടതി ശിക്ഷിച്ച പ്രതികൾ കമ്മീഷന് മുന്നിൽ താരസാക്ഷികളായി മാറി. വിദ്യാസമ്പന്നരായ 2 യുവ വ്യവസായികളെന്നാണ് കമ്മീഷൻ അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ആ സ്വാതന്ത്ര്യം പ്രതികൾ ചൂഷണം ചെയ്തതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അശ്ലീല CD തേടിയുള്ള നാടകത്തിൽ കലാശിച്ചതെന്നും പരിഹസിക്കുന്നു. ശിവരാജൻ കമ്മീഷൻ പ്രതിഫലം പറ്റിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതിയതെന്ന CPI നേതാവ് C ദിവാകരന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു. അതിനു പിന്നാലെയാണ് കമ്മീഷൻ മുൻവിധിയോടെ പെരുമാറിയെന്ന മുൻ DGPയുടെ വിമർശനം. കണ്ണൂരിൽ എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മാഹിപ്പാലം കഴിഞ്ഞാൽ കേരള പോലീസിന് ഒരു അധികാരവുമില്ലെന്നും എ ഹേമചന്ദ്രന്റെ പുസ്തകത്തിലുണ്ട്. കണ്ണൂർ കേരള പോലീസിന് ചുരുളയാണെന്നാണ് പരാമർശം. ന്യൂസ് 18 തിരുവനന്തപുരം. എ ഹേമചന്ദ്രന്റേത് സത്യസന്ധമായ തുറന്നു പറച്ചിലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപസർപ്പക കഥ പോലെ സോളാർ അന്വേഷണ കമ്മീഷൻ പ്രവർത്തിച്ചു. ജസ്റ്റിസ് ശിവരാജനെ കമ്മീഷനായി നിയമിക്കാൻ തനിക്ക് താൽപര്യമുണ്ടായിരുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് പിണറായി തുറക്കാഞ്ഞത് അത് സത്യമല്ലാത്തത് കൊണ്ടാണ്. തന്റെ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നും തിരുവഞ്ചൂർ പ്രതികരിച്ചു. ഹേമേന്ദ്ര പറഞ്ഞത് കറക്റ്റാണ്. ഞാനതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. കറക്റ്റാണ്. ടേംസ് ഓഫ് റെഫറൻസ് എന്നുള്ളത് ആ സോളാർ കമ്മീഷൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ പുറത്തേക്ക് അദ്ദേഹം പോയി. എന്നിട്ട് കോയമ്പത്തൂർ വരെ അദ്ദേഹം ഇവിടെ CD എടുക്കാനായിട്ട് പോയി. അപസർപ്പക കഥ പോലെ ഒരു അന്വേഷണ കമ്മീഷന് തുടരാൻ എന്തവകാശമുള്ളത്? സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പിണറായി ഗവൺമെൻറ് 2ാം തവണയും വന്നല്ലോ, അവരത് തൊട്ടതുപോലുമില്ല. കാരണം കമ്മീഷനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായവും വ്യത്യസ്തമല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാസർകോട് കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന സ്ഥിരീകരണം. മഹാരാജാസ് കോളേജ് അധികൃതരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റ് കാട്ടി നിയമനം നേടിയതിൽ കരിന്തളം കോളേജ് അധികൃതർ വിദ്യക്കെതിരെ പോലീസിൽ പരാതി നൽകും. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതായത് കാസർകോട് കരിന്തളം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും വിദ്യ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. 2022 ജൂൺ മുതൽ 2022 മാർച്ച് വരെയാണ് ഈ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി വിദ്യ ജോലി ചെയ്തത്. ഈ ജോലി ചെയ്ത് മഹാരാജാസ് കോളേജിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് മഹാരാജാസ് കോളേജ് അധികൃതർ തന്നെയാണ് കരിന്തളം കോളേജ് അധികൃതർക്ക് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും 2 വർഷവും മഹാരാജാസിൽ പഠിപ്പിച്ചു എന്ന സർട്ടിഫിക്കറ്റാണ് വിദ്യ ഹാജരാക്കിയത്. അതായത് 2018 മുതൽ 2021 വരെ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചു എന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇവിടെ ഹാജരാക്കിയത്. ഇത് സംബന്ധിച്ച് വിവാദം ഉയർന്നപ്പോൾ തന്നെ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷം കൗൺസിൽ യോഗമാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം തേടിയത്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യക്കെതിരെ നീലേശ്വരം പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയാണ് കരിന്തളം ഗവൺമെന്റ് കോളേജ് അധികൃതർ. ഭവ്യ. ബൈജു, എന്തായാലും വിദ്യക്കെതിരെ കരിന്തളം കോളേജ് അധികൃതരും പരാതിക്ക് ഒരുങ്ങുന്ന സമയത്ത് ഒരുപാട് പരാതികൾ നിലവിൽ വിദ്യക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ പോലീസ് അന്വേഷണം പോലും എവിടെയും എത്തിയില്ല എന്ന് പറയേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ചും പോലീസ് അന്വേഷണം ഇഴയുന്നു എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും FIR രജിസ്റ്റർ ചെയ്തിട്ട്, വിദ്യക്കെതിരെയുള്ള FIR രജിസ്റ്റർ ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പോലും വിദ്യയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല.
തീർച്ചയായും എന്തായാലും ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഇവിടെ ജോലി ചെയ്തു എന്നുള്ളതാണ്. 2 വർഷം ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ ഗൗരവകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പ്രധാനമായും നീലേശ്വരം പോലീസാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക. അത്തരത്തിൽ കോളേജ് അധികൃതർ പ്രിൻസിപ്പൽ ഇൻചാർജ് ജെയിംസ് പറഞ്ഞത് അല്പസമയത്തിനകം എന്തായാലും നീലേശ്വരം പോലീസിൽ പരാതി നൽകുന്നതാണ്. എന്തായാലും പോലീസിൽ പരാതി നൽകിയതിനു ശേഷം തുടർ നടപടി ഉണ്ടാകും. പോലീസിനോട് ഇതുവരെ തേടിയിരുന്നു, പക്ഷെ അതിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഏറ്റവും ഗുരുതരം ഈ കോളേജിൽ 2 വർഷം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിദ്യക്ക് എളുപ്പം ഊരാൻ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും പരാതി നൽകിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികൾക്ക് പോലീസ് കടക്കുക. അതിന് ഏതായാലും പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഭവ്യ. ശരി, കെ വി ബൈജുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മഹാരാജാസ് കോളേജ് മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർക്കിയോളജി വിഭാഗം കോഓർഡിനേറ്റർക്കെതിരെ നടപടിക്ക് ശുപാർശ. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പരാതിയിലാണ് നടപടി. വിവാദത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർഷോ DGPക്ക് നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. അതേസമയം മഹാരാജാസ് കോളേജിലെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചെന്ന പരാതിയിൽ കെ വിദ്യക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവാദ വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട യുവമോർച്ച കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ആർക്കിയോളജി വിഭാഗം കോർഡിനേറ്ററായ ഡോക്ടർ വിനോദ് കുമാർ വിദ്യാർത്ഥികൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കിയെന്നാരോപിച്ച് മാർച്ച് 27-നാണ് ആർഷോ പരാതി നൽകിയത്. KSU നേതാവായ വിദ്യാർത്ഥിനിയുടെ റീവാലുവേഷൻ മാർക്കിൽ ക്രമക്കേടുണ്ടെന്നും ആർഷോ പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി പരിഹാര ഗവേണിംഗ് കൌൺസിൽ അന്വേഷണം നടത്തിയത്. വിനോദ് കുമാറിനെതിരെ മറ്റ് വിദ്യാർത്ഥികൾ നൽകിയ പരാതി കൂടി പരിഗണിച്ചാണ് ഗവേണിംഗ് കൌൺസിൽ നടപടിക്കായി ശുപാർശ ചെയ്തിട്ടുള്ളത്. ആർക്കിയോളജി കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് ശുപാർശ. വിനോദ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ ഭാഗമായാണ് തനിക്കെതിരെ വ്യാജ മാർക്ക് ലിസ്റ്റ് പരാതി ഉയർന്നതെന്നും ആർഷോ കുറ്റപ്പെടുത്തിയിരുന്നു. വ്യാജ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർഷോ DGPക്ക് നൽകിയ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലും ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിനായി മഹാരാജാസ് കോളേജിലെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചെന്ന പരാതിയിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി കൂടിയായ കെ വിദ്യക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ലെറ്റർ പാഡിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയായാൽ വിദ്യയെ ചോദ്യം ചെയ്യും. മഹാരാജാസ് കോളേജിലെ വിവാദ വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 കൊച്ചി. മഹാരാജാസ് കോളേജ് വിവാദത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പിന്തുണച്ചും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ വിദ്യയെ തള്ളിയും CPM നേതൃത്വം. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർഷോയ്ക്ക് പാർട്ടിയും സർക്കാരും ക്ലീൻ ചീറ്റ് നൽകുന്നു. വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിഷയത്തിലും തനിക്കൊരു പങ്കുമില്ലെന്ന് ആർഷോ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ SFI നേതൃത്വം അടിക്കടി വിവാദങ്ങളിൽ പെടുന്നത് CPMൽ വലിയൊരു വിഭാഗം നേതാക്കളെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. വിവാദങ്ങളിൽ തന്റെ ഭാഗം ആർഷോ പാർട്ടി നേതൃത്വത്തോട് വിശദീകരിച്ചു. മാർക്ക് ലിസ്റ്റ് വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണം. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച സംഭവവുമായി ഒരു ബന്ധവുമില്ല. അത്തരം പ്രചരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ആർഷോ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഇത് മുഖവിലേക്കെടുത്താണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ആർഷോയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഒരു പാവം ചെറുപ്പക്കാരനെ അയാൾ ഒരു തെറ്റും ചെയ്യാതെ അയാളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞില്ലേ, ഞാൻ എഴുതാത്ത പരീക്ഷയാണ്, ഞാൻ അപേക്ഷിക്കാത്ത പരീക്ഷയാണ്. മുൻ SFI പ്രവർത്തകയായിരുന്ന വിദ്യയെ ഒരു തരത്തിലും സംരക്ഷിക്കേണ്ട നിലപാടാണ് പാർട്ടി നേതൃത്വത്തിന്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അംഗങ്ങളായിട്ടുള്ള SFIയിൽ എന്നെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കരുതി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം SFI എങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് ചോദ്യം. എന്തടിസ്ഥാനത്തിലാണ് ആ വിദ്യ SFIയുടെ നേതാവ് എന്ന് പറയുന്നത്? നിങ്ങളങ്ങ് നേതാവായി പ്രഖ്യാപിക്കലാണ്. ഭാരവാഹികളാകുന്നവരൊന്നും നേതാക്കളൊന്നുമല്ല, ഒരു നേതാവുമല്ല. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയെ രക്ഷിക്കാനുള്ള നിലപാട് ഇതിൽ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്താലും അതിൻ്റെ പഴി SFIയുടെ തന്നെ തലയിൽ വെക്കണം. അതിന് SFI എന്ത് പഴച്ചു? പണ്ട് SFIയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. നേരത്തെ സാമൂഹ്യ മാധ്യമത്തിലൂടെ CPI കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും വിദ്യയെ പരോക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. CPM സൈബർ ഇടങ്ങളിലും രൂക്ഷ വിമർശനമാണ് വിദ്യക്കെതിരെ ഉയരുന്നത്. ഒരു കാലത്ത് കലാലയങ്ങളിലെ സർഗാത്മക ഇടപെടലുകളിലൂടെ CPMന് കരുത്തു നൽകിയിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു SFI. ആ സംഘടനയുടെ ഇന്നത്തെ പോക്കിൽ
പാർട്ടി നേതൃത്വത്തിൽ അതൃപ്തി വ്യാപകമാണ്. SFIയെ തിരുത്താൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. SFI എന്ന് കേട്ടാൽ പോലീസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഗുണ്ടകളെയും കള്ളന്മാരെയും ക്രിമിനലുകളെയും വളർത്തുകയാണ് CPM എന്നും കെ സുധാകരൻ ആരോപിച്ചു. മഹാരാജാസ് കോളേജിലെ വിവാദങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാടാണിത്. സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല. SFIയും DYFIയും ലക്ഷണമൊത്ത ഭീകര സംഘടനകളായി മാറിക്കഴിഞ്ഞെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. വിദ്യയ്ക്ക് PhD പ്രവേശനത്തിന് P രാജീവിന്റെ സഹായം ലഭിച്ചെന്ന് KSU. കോളേജ് സീൽ എങ്ങനെ ലഭിച്ചു എന്നതിൽ അന്വേഷണം വേണം. വൈസ് പ്രിൻസിപ്പലിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും KSU ആവശ്യപ്പെട്ടു. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ SFIയെ വിമർശിച്ച CPI മുഖപത്രമായ ജനയുഗം. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ജനയുഗം ആവശ്യപ്പെട്ടു. മാർക്ക് ലിസ്റ്റ് ക്രമക്കേടും ഗസ്റ്റ് ലെക്ചർ നിയമനത്തിന് വ്യാജരേഖ ചമച്ചതും ഗുരുതരവും അപലപനീയവുമാണ്. സമൂഹത്തിന്റെ സംശയങ്ങളും വിദ്യാർത്ഥികളുടെ ആശങ്കകളും പരിഹരിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പേര് നിലനിർത്താൻ ഇത് ആവശ്യമാണെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗം വിവാദമുക്തമാകണമെന്ന തലക്കെട്ടിലാണ് ജനയുഗത്തിന്റെ മുഖപ്രസംഗം. വാർത്തകൾ തുടരുന്നു. പുനഃസംഘടനയിൽ നേതൃത്വത്തിനെതിരെ കെ മുരളീധരൻ. കോൺഗ്രസ് പുനഃസംഘടനയിൽ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കെ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലടക്കം സാമുദായിക സമവാക്യം പാലിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി. പ്രാദേശിക വിഷയങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കുന്നത് ശരിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്, കൂട്ടരാജിയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്നത്. പുനഃസംഘടനയെ കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. കാരണം 12 വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു പുനഃസംഘടനയാണ്. സ്വാഭാവികമായിട്ടും തർക്കങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ ചിലയിടത്ത് ബാലൻസ് തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരു കമ്മ്യൂണൽ ബാലൻസ് ക്ലിയർ ആയിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് പ്രാദേശിക തർക്കങ്ങൾ അവിടെ പരിഹരിക്കുക. മൊത്തമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ KPCC തന്നെ പരിഹരിക്കുക. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കുള്ള സമയമാണ്. 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ വരാൻ പോകുന്നു. പ്രതിപക്ഷ ഐക്യം, രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളുള്ളപ്പോൾ കേരളത്തിന്റെ ബ്ലോക്ക് മണ്ഡലം തർക്കങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. തിരുവനന്തപുരത്തെ ജനകീയനായ ഒരു മുഖമായിരുന്നു അനന്തപുരി മണികണ്ഠൻ. അദ്ദേഹത്തെ അടക്കം മാറ്റിയത് താങ്കളും കെ ജയന്തൻ തമ്മിലുള്ള, KPCC സെക്രട്ടറി കെ ജയന്തൻ തമ്മിലുള്ള ചില ചർച്ചകളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരെ വരുന്നത്. അതിലെന്തെങ്കിലും ഞാൻ ഈ പ്രാദേശിക തർക്കങ്ങളൊന്നും ഇടപെടുന്ന ഒരാളൊന്നുമല്ല. ഇവിടുത്തെ എല്ലാവരുടെ മുഖങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നേമത്ത് മത്സരിച്ചൊരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ പല മുഖങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതിലേക്കൊന്നും ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഞാൻ അത്രത്തോളം തരം താഴാൻ പാടില്ലല്ലോ. എന്തായാലും വളരെ നന്ദി ഈ തിരക്കുള്ള സമയത്ത് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പുനഃസംഘടന സമുദായത്തിന്റെ സ്കെയിൽ വെച്ചാലാണെന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത് കോൺഗ്രസിന്റെ സ്കെയിൽ ഉപയോഗിച്ചാണ്. കെ മുരളീധരന്റെ അഭിപ്രായം സംബന്ധിച്ച ചോദ്യത്തോടാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. ഞാൻ ഒരു സമുദായത്തിന്റെ സ്കെയിൽ വെച്ച് ഈ കാര്യമൊന്നും അളക്കില്ല. ഞാൻ കോൺഗ്രസിന്റെ സ്കെയിൽ വെച്ച് അളക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തെ CPMഉം BJP ആയിട്ട് നേരിടത്തക്ക വിധത്തിൽ ബൗദ്ധികമായും അതിനെ സംഘടനാപരമായി നേരിടാൻ പറ്റുന്ന നല്ല ശക്തിയായിട്ട് വളർത്തണം. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള കുറേ പ്രോസസ്സ് നടന്നു. ആ പ്രോസസ്സിൻ്റെ ഫൈനലായിട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. ഞാൻ ആ തീരുമാനം ഫൈനലായിട്ട് എടുക്കുന്ന ആളാണ്. പ്രവാസി വ്യവസായിയിൽ നിന്നും 108 കോടി തട്ടിയ മരുമകൻ പിടിയിൽ. കാസർഗോഡ് സ്വദേശി ഹാഫിസ് മുഹമ്മദാണ് പിടിയിലായത്. ഗോവ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുവി, കൂടുതൽ വിവരങ്ങൾ. ഭവ്യ, പ്രവാസി വ്യവസായിയായ ആലുവ സ്വദേശിയിൽ നിന്ന് 108 കോടി രൂപയാണ് മരുമകൻ തട്ടിയെടുത്തിരുന്നത്. മകളെ കല്യാണം കഴിച്ചതിനു ശേഷം സ്വർണവും വജ്രവും മറ്റുമായിട്ടാണ്, വണ്ടികളുമായിട്ടാണ് മരുമകൻ തട്ടിയെടുത്തത്. അയാളെക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടത്തിയിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പോലും ഈ വ്യക്തി, ആലുവ സ്വദേശിയായ പ്രവാസി വ്യവസായി, പ്രതിയെ പിടികൂടുന്നില്ല എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അന്നെല്ലാം തന്നെ ഈ വ്യവസായി, ഈ ഹാഫിസ് മുഹമ്മദ് എന്ന മരുമകൻ ഗൾഫിലും മറ്റുമായിരുന്നു.
നടത്തിയിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ പോലീസ് വലയിൽ ആയിരിക്കുകയാണ്. ബംഗളൂരുവിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഗോവ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹാഫിസ് മുഹമ്മദ് 108 കോടി തട്ടിയ കേസിലല്ല നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവ ബാംഗ്ലൂരു ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണറുടെ വ്യാജ ലെറ്റർ പാഡ് തയ്യാറാക്കി പണം തട്ടിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇയാൾ ഗോവയിലെ ഓഫീസ് അഡ്രസ്സിലുണ്ടോ എന്ന് പരിശോധന നടത്തിയിരുന്നു ഗോവ പോലീസ്. എന്നാൽ അവിടെ കണ്ടെത്തിയില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഹാഫിസ് ഉന്നത ഇൻകം ടാക്സ് ഓഫീസറുടെ പേരിൽ വ്യാജ സീലും ഒപ്പുമിട്ട് തയ്യാറാക്കി വാട്സപ്പ് വഴി അയച്ചു നൽകിയ ലെറ്റർ ഹെഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഗോവ പോലീസിന്റെ കൈവശം ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് മരടിലും ബാംഗ്ലൂരിലും വിവിധ കെട്ടിടങ്ങളുടെ കച്ചവടത്തിന്റെ കാരണം പറഞ്ഞ വ്യാജരേഖയും മറ്റും നൽകി തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹാഫിസ് മുഹമ്മദ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ആലുവയിലെ പ്രവാസി വ്യവസായിയിൽ നിന്ന് 108 കോടി തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. ഏതായാലും മറ്റൊരു കേസിലാണ് ഇയാൾ ഗോവയിൽ പിടിയിലായത് എങ്കിൽ കൂടിയും ആ കേസിന്റെ തുടർച്ചയ്ക്ക് ആ കേസിന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം നമ്മുടെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ചിനും ഇയാളെ വിട്ടുകിട്ടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സുബി വിശ്വനാഥനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി വ്യത്യസ്ത വീഡിയോയുമായി ജീവനക്കാർ. ഇന്ന് ആരോഗ്യമന്ത്രി കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളത്ത് ഉദ്ഘാടനം ചെയ്യുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരാണ് വീഡിയോയുമായി എത്തിയത്. 5900 ചതുരശ്ര അടി വിസ്തൃതിയിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള ഇരുനില കെട്ടിടം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5510, പവന് 44,080, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3693, ഔൺസിന് 1,14,865. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.